ചില നേരത്തെ അനിയുടെ കാര്യം പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര തമാശയാ. പോകാൻ പറ അവനോട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാം. എന്താ പോരെ? എനിക്ക് ജീവിതത്തിൽ ഇനി ആകെ ബാക്കിയുള്ളത് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ നിമിഷങ്ങളാണ്. അതുകൂടി ആ പഴയ ഗദ്ഗതവും ഫിലോസഫിയും വീണ്ടും എടുത്ത് ഛർദ്ദിക്കണ്ട. അത് ഒഴിച്ചിട്ടുള്ള കച്ചവടം മതി. സുജേ, നിന്റെ ചേട്ടനോ ആദിത്യ മര്യാദ കാണിക്കാനുള്ള വകതിരിവില്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആണോ? നീ പോയി 2 ഗ്ലാസും വെള്ളവും ആലുമാരിക്കുന്ന ബോട്ടിലിംഗ് എടുത്തോണ്ടോ? ഇവിടെ ഇരുന്ന് കുടിക്കാൻ പോവാണ്. അല്ല, ഭാഗവതം വായിക്കാൻ പോവാ. നിന്ന് വിസ്തരിക്കാണ്ട് പറഞ്ഞത് അങ്ങോട്ട് അനുസരിക്കണോ ഭാര്യയെ? ഇനി അനിയെ പോലെ സുജാതയ്ക്ക് ഒബ്ജക്ഷൻ വല്ലതുണ്ടോ? ഭർത്താവിന്റെ നിർദ്ദേശം ഞാനെങ്ങനെ എതിർക്കുക? അനുസരിക്കാം, ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ കൂടി. നീ എന്റെ ഇതല്ല വാങ്ങിക്കും കേട്ടോ. കേട്ടോ അച്ഛനെ, ചില നേരത്തെ ഇവൾ ചേട്ടന്റെ കാർബൺ കോപ്പിയാ. താനി കൺട്രി സമ്മതിച്ചു, ചേട്ടന്റെ പക്ഷം ചേരാൻ വേണ്ടിട്ടല്ല. എന്നാലും ചോദിച്ചോട്ടെ, രവിയേട്ടന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവരിത് സമ്മതിക്കോ? കുറഞ്ഞപക്ഷം ഉള്ളിലെങ്കിലും ഒരു എതിർപ്പുണ്ടാവില്ലേ? പേടിച്ചിട്ട് പുറത്തു കാണിച്ചില്ലെങ്കിലും ഭർത്താവിനോടും കുടുംബത്തോടും സ്നേഹം ഉണ്ടെങ്കിൽ ഏത് ഭാര്യയ്ക്കും അങ്ങനെ തോന്നും. നിന്റെ ഒരു വേദാന്തം ചെന്നീ എടുത്തോണ്ടേ. വേണ്ട സുഖു. കണ്ടില്ലേ സുജയ്, നീ കാരണം രവി മൂഡ് ഓഫ് ആയി. നോ, പിണങ്ങിട്ടല്ല. അനി എതിർത്തപ്പോ എനിക്ക് വിഷമം തോന്നി. ബട്ട് നോട്ട് നോ. നിന്റെ ഭാര്യ പറഞ്ഞത് ശരിയാ. ഓമന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അനിയത്തി ചെല്ലേ, നിന്റെ കൈ കൊണ്ട് നല്ല കടുപ്പത്തിലൊരു ചായ കൊണ്ടു. രവിയേട്ടനത് മതി. കളഞ്ഞു. ഇംഗ്ലണ്ട് ആശാൻ ഇത്ര പെട്ടെന്നൊരു കാലുമാറ്റം അസംബ്ലി പോലും കാണാൻ